ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ഫേസിനകത്ത് നിറച്ച് കുരുക്കളും പാടുകളും ഒക്കെ ആയിരുന്നു. അതെങ്ങനെ നമ്മൾ പെട്ടെന്ന് മാറ്റിയെടുത്തു എന്നുള്ളതിൻ്റെ റെമഡിയാണ് കാണിക്കുന്നത് കറ്റാർവാഴ ഉപയോഗിച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കറ്റാർവാഴയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ കറ്റാർവാഴയിൽ 98.5% വെള്ളമാണല്ലേ. അപ്പോൾ കറ്റാർവാഴയെ പറ്റി പറയുകയാണെങ്കിൽ മരണത്തെ തടയുന്ന ചെടി അല്ലെങ്കിൽ സ്വർഗത്തിലെ ചെടി എന്നൊക്കെയാണ് ഈജിപ്തിലൊക്കെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് കറ്റാർവാഴ ഉപയോഗിച്ചാലും നമുക്ക് ദോഷങ്ങളുണ്ട്. അപ്പം ഞാനിവിടെ ചെയ്ത എൻ്റെ മുഖത്തെ ക്ലിയർ ആക്കിയ ആ റെമഡിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എങ്ങനെയാണ് അത് ട്രൈ ചെയ്തതെന്നുള്ളത് കാണിക്കാം. അപ്പോൾ കറ്റാർവാഴ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ കിളിപ്പിക്കുന്നുണ്ട് കറ്റാർവാഴ. എല്ലാവരുടെയും വീട്ടിൽ മുറ്റത്ത് ഒരു കറ്റാർവാഴ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ നട്ടുപിടിപ്പിച്ച കറ്റാർവാഴയാണ് കേട്ടോ. അപ്പോൾ ഇത് വെയിലില്ലാത്തത് കൊണ്ട് തന്നെ വലിയ വലിപ്പം വെക്കുന്നില്ല. ഇനി വെയിലുള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കണം ഇത്. അപ്പം നമ്മളിതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു തണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കറ്റാർവാഴയുടെ 2 ഭാഗവും ചെത്തി മാറ്റുക. ആ മുള്ളുള്ള ഭാഗം രണ്ടും ചെത്തി മാറ്റുക. അതുപോലെ തന്നെ അതിൻ്റെ തോല് മാറ്റിയിട്ട് ജെല്ല് മാത്രമാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജെല്ല് നമ്മൾ എടുക്കുക. ജെല്ല് മുറിച്ച് എടുത്ത് നമ്മൾ കുറച്ച് അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുഖത്ത് തേക്കാനുള്ള അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തതിന് ശേഷം അപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഗുളികയാണിത്. ഇതാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ആ ഒരു മരുന്നാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ തന്നെ അതിനകത്തേക്ക് ഞാൻ ഒരു 3-4 തുള്ളി മാത്രമാണ് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലിസറിനും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് രാത്രി കിടക്കാൻ നേരത്താണ് നമ്മുടെ മുഖത്ത് തേക്കേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 മാസത്തോളം ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ 1 മാസം കറക്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് കൊണ്ടാണ് നല്ല റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതുവരെയുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.